നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചു. നമ്മുടെ പാപ്പി ഇതാ ഉറങ്ങി എണീറ്റ് പല്ല് തേച്ച് ഇവിടെ കളിയാണ്. ഭയങ്കര കളിത്തിരക്കിലിരിക്കുന്നുണ്ട് ഇവിടെ പാപ്പി. രോഷി അവിടെ ഭയങ്കര തിരക്കാണ്. രോഷിൻ്റെ ഇന്ന് അലോട്ട്മെൻറ്റ് വരുന്ന ദിവസമാണ്. അപ്പോൾ അത് നെറ്റ് സ്ലോ ആയതുകൊണ്ടാണെന്നറിയില്ല, കിട്ടുന്നില്ല. അപ്പോൾ അവളുടെ കൂട്ടുകാരനെയൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണോ. ഇനി പാപ്പി ഇന്ന് ഉറങ്ങി എണീക്കാൻ 11 മണിയായിട്ടുണ്ട്. 10:45 കഴിഞ്ഞു. അപ്പോൾ പല്ല് തേച്ച് ചായ കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തൊരു മഴയാണല്ലേ, നല്ല മഴ. അയ്യോ, ഒന്നും പറയാനില്ല, അത്രയ്ക്കും മഴ. ഞങ്ങൾ കണ്ടോ തുണി അതാ കഴുകിയിട്ടൊന്നും വെയിലത്തിടാൻ വഴിയില്ലാതെ അങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ചോറ് ഇതാ നമ്മൾ അടുപ്പിൽ തന്നെ ചോറ് തീ കത്താൻ കുറച്ച് നേരം നല്ല കഷ്ടമുണ്ടായിരുന്നു. നല്ല ഇതുണ്ടായിരുന്നു. കത്തി കിട്ടിയപ്പോൾ പിന്നെ അങ്ങനെ തീ കത്താൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇത് ഉച്ചത്തേക്കുള്ള ചോറാണ്. രാവിലെ പാപ്പിക്ക് ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കൊടുത്തിട്ടില്ല, കൊടുക്കണേ ഉള്ളൂ. മഴ പെയ്തതുകൊണ്ട് എവിടെയൊക്കെ ചാറിൽ വീഴില്ല, അതാണ് ഇങ്ങനെ. നമ്മളാണെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സൈറ്റ് ബിസി ആയതുകൊണ്ട് കിട്ടണില്ല. എന്താ പറയുക, ഇനി ഉച്ചയാകുമ്പോൾ നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് സോഫ കിടക്കണം. നീയല്ലേ, എനിക്കിഷ്ടമല്ല, നീയല്ലേ സോഫ അലമ്പാക്കിയിട്ടത്? നീയല്ലേ? ക്യാമറ കണ്ടാൽ പിന്നെ അവളൊന്നും മിണ്ടില്ല. മാറ്റിയെന്നാ പറയും. എന്താ ഇങ്ങനെ കിടക്കാണ്. പറയാമെന്താ പറ. ഒന്നും പറയാനില്ല, നമുക്ക് വൃത്തിയാക്കാം. നമ്മളിനി ഇവിടെയാണ് വൃത്തിയാക്കാനായിട്ട് പോണത്. ഇതിക്ക് വൃത്തിയാക്കലൊന്നുമില്ല. അത് ഇനി ബാഗൊന്നെടുത്ത് മാറ്റണം. ഇതാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻ്റാണ്. ഇവിടെ നിന്നെടുത്ത് അവിടെ കൊണ്ടിടും, അവിടെ നിന്നെടുത്ത് ഇവിടെ കൊണ്ടിടും. ഈ ഒരു വിരിപ്പൊക്കെ വിരിക്കാം. അത് ഞാൻ എത്രത്തോളം വിരിക്കാൻ പറ്റും ഞാനൊന്ന് വിരിക്കട്ടെ. ഇതാ, അപ്പോൾ നമ്മളിത് വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു സംഭവമാണ്. ഐസ്ക്രീമിൻ്റെ ബോളും കൊണ്ട് ഇത് വെക്കട്ടെ. അങ്ങനെയൊക്കെയാണ്. ഇനി ചെറിയൊരു സംഭവം ഇതും കൂടി കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ ഈ ഒരു സോഫ കറക്റ്റായി. പിന്നെ ഇവിടവും കൂടി വൃത്തിയാക്കി. ഈ വീട്ടിലെല്ലാവർക്കും വെള്ളം കുടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച വെള്ളം മുന്നിൽ തന്നെ കണ്ടാൽ കുടിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചു. അതാണ് നമ്മുടെ ദാഹമുക്തി. ഇതെന്താ ചെയ്യാൻ പോണ സുന്ദരിനെ നോക്കട്ടെ. സുന്ദരി സംസാരിക്ക്. ഒന്നും മിണ്ടണില്ല. ഇത് എൻ്റെ പുതപ്പ് മടക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് അതേപോലെ ഇതിൻ്റെ മുകളിലിടും. രാത്രി എടുക്കണമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതെന്താണെന്ന് ചിന്തിക്കേണ്ട. ഇത് പാപ്പി തലയിൽ കെട്ടിയതാണോ കുളിച്ചിട്ട്, അത് അതേപോലെ തന്നെ ഊരിയിട്ടിട്ടുണ്ട്. നമുക്കിത് എവിടെയെങ്കിലും ഇടാം, ഉണങ്ങാനിടാം. ചളി തെറുക്കും വേറെ എവിടെയെങ്കിലും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിക്കണം. പാപ്പി ഒരു ബുൾസൈ ചോദിച്ചു. പാപ്പി ചോദിച്ചല്ല, പാപ്പിക്ക് എല്ലാ ദിവസവും ഓരോ മുട്ട കൊടുക്കാറുണ്ട്. അപ്പം ഇന്ന് പുഴുങ്ങിയില്ല, ഇന്ന് ബുൾസൈ ഉണ്ടാക്കിയാണ് കൊടുക്കണത്. മഴയായതുകൊണ്ട് തന്നെ പണിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെയുള്ള എല്ലാവർക്കും. അങ്ങനെ തട്ടിക്കൂട്ടൽ ഒരു സാമ്പാർ എന്ന് പറയുക, തക്കാളിയും പരിപ്പൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞ് സാമ്പാർ ഉണ്ടാക്കി. പിന്നെ വറ്റലും മുളകും വറുത്തു. പാപ്പിക്കാണെങ്കിൽ ഒരു മുട്ട ബുൾസി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് കൂട്ടി കഴിക്കാൻ കൊടുക്കാമെന്ന് വെച്ചിട്ട് അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും പാപ്പിയും കൂടി എപ്പോഴും ഒരുമിച്ചാണല്ലോ ചോറുണ്ണണത്. അപ്പോൾ ഒരു പ്ലേറ്റിൽ 2 പേരുടെയും കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2 മുളകും കുറച്ച് വറ്റലും എടുക്കുകയാണ്. 3 മുളക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അധികം എരിവില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് അത്രയ്ക്ക് എരിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ പാപ്പിക്ക് കഴിക്കാൻ കൊടുക്കണം. ചോറും എല്ലാം നല്ല ഈ മഴ സമയത്ത് ചൂട്ടോടെ കഴിക്കാൻ നല്ല സുഖമായിരിക്കും. പക്ഷേ ചൂടോടെ ഉണ്ടാക്കാൻ മാത്രം മടിയുള്ളൂ എല്ലാവർക്കും. പിന്നെ രാവിലെ കഴിക്കണമെന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയൊക്കെ ആവാറായി. ശരിക്കും സമയം നോക്കിയില്ല. ആ സമയത്താണ് നമ്മൾ കഴിക്കാതിരിക്കണത്. പാപ്പിക്ക് പിന്നെ എന്താ പറയുക, എന്ത് കൊടുത്താലും അവൾക്ക് വിശപ്പായിട്ടുണ്ടെങ്കിൽ അവൾ വയറ് നിറയെ കഴിക്കും. കഴിച്ച് കഴിഞ്ഞ് ആവശ്യത്തിനുള്ളത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ കൊടുത്തിട്ട് വേണം ഇനി ഇവൾക്ക് വേണ്ടി ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. പകലൊന്നും തീരെ ഉറങ്ങും
ഉറങ്ങില്ല. രാത്രി ഇപ്പോൾ കുറച്ച് നേരത്തെയൊക്കെ ഉറങ്ങുന്നുണ്ട്. ഒരു 11:30-12 മണി മുന്നേ തന്നെ ആൾ ഉറങ്ങുന്നുണ്ട്. ഉറങ്ങി എണീക്കുന്നതും അത്യാവശ്യം രാവിലെ നേരത്തെ തന്നെ എണീക്കുന്നുണ്ട്. ഒരു 9:30-10 ഇന്ന് മാത്രമേ കുറച്ച് വൈകി എണീക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 9 മണിൻ്റെ മുന്നായിട്ട് തന്നെ എണീക്കും. എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കും ആൾ. അപ്പോൾ ഇന്ന് ഉറങ്ങി എണീക്കാൻ വൈകിയത് കൊണ്ടാണ് ഉച്ചയ്ക്കലും രാവിലെയൊക്കെ കഴിക്കാൻ തന്നെ വൈകിയത്. എന്താ വെച്ചാൽ രാവിലെ കഴിക്കാൻ വൈകുമ്പോൾ ഉച്ചയ്ക്ക് പെട്ടെന്ന് തന്നെ ചോറ് കൊടുത്താൽ കഴിക്കില്ലല്ലോ. ഇപ്പോൾ ഞാനിവിടെ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പാപ്പി വെള്ളം കുടിച്ച് ഗ്ലാസ് ഒരൊറ്റ എറിഞ്ഞ സൗണ്ടാണ് കേട്ടത്. അപ്പോൾ ആൾക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പിടിക്കണോ അങ്ങനെയൊക്കെ തോന്നലുണ്ടെങ്കിൽ നമ്മളെയൊക്കെ തട്ടി മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് അവൾ ചെയ്യണത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ കുട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. കാണാനും ഇതിനൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അത് തന്നെ നമുക്ക് വലിയൊരു കാര്യമല്ലേ. അവൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കണോ എന്നത് തന്നെ വലിയൊരു കാര്യമാണല്ലേ. അപ്പോൾ എന്ത് ചെയ്തു കൊടുക്കുമ്പോഴും ആൾക്ക് വിഷമോ കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ഓരോ ഉമ്മ തരുന്നു മാത്രമല്ലാതെ വേറെ കാര്യങ്ങളൊന്നും കുറുമ്പ് കാണിക്കുകയോ ഞാൻ ചെയ്യില്ല എന്ന് പറയേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആൾ ഇതായിട്ട് നിൽക്കില്ല. എല്ലാത്തിനും സഹകരിച്ച് കാണിച്ചു തരും ആൾ. അപ്പോൾ അവളുടെ ഉള്ളിൽ ഉണ്ട് അവൾ നാളെ ഓക്കെ ആവും, നടക്കും, എനിക്ക് നടക്കണം, ഇങ്ങനെയൊക്കെ ചെയ്താലേ നടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അവൾക്കും അറിയാമെന്നാണ് എനിക്കും തോന്നുന്നത്. ഇപ്പോൾ കുറേ കഴുത്തിനൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. കഴുത്ത് കുറേ നേരമൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആളും കാണിച്ചു തരും, ഇവിടെയാണ് വേദന, ഇവിടെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചൊക്കെ തരും ആൾ. എന്നിട്ടൊരു പുഞ്ചിരി ഉണ്ടാവും. ഇവിടെ വേദനിക്കണമെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പുഞ്ചിരി നമുക്ക് സമ്മാനം തരും. അത് കഴിഞ്ഞ് അപ്പോൾ കണ്ണാടിയൊക്കെ ഇടുന്നത് ഇപ്പോഴും കുറച്ചൊക്കെ മടിയുണ്ട്. മടിയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മടി അത്യാവശ്യത്തിനൊക്കെ മടിയുണ്ട് കണ്ണാടി ഇടുന്ന കാര്യത്തിന്. അതിങ്ങനെ വെക്കുന്ന സമയത്ത് എന്താ അതിൻ്റേതെന്ന് അറിയില്ല. ഇനിയിപ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ട സമയമായിട്ടുണ്ട്. അടുത്ത മാസം ഇങ്ങനെ പോയി ടെസ്റ്റൊക്കെ ചെയ്യാൻ പോകണം. രോഷിൻ്റേത് നമ്മൾ അറിഞ്ഞു, അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സയൻസാണ് കിട്ടിയത്. സയൻസ് കിട്ടുമോ കിട്ടില്ലയോ എന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ മാളയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഇത് ട്രെയിലർ ആയതുകൊണ്ട് കറക്റ്റ് ആണോ എന്നും നമുക്കറിയില്ല. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ. എന്താ പറയുക, അവിടെ നിന്ന് ടീച്ചർ വാങ്ങിച്ച +1 +2 അവിടെ പോയി കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്യുക. ഇപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കണല്ലേ. നമുക്ക് കറക്റ്റായിട്ടൊന്നും അറിയാത്തത് കൊണ്ട് എനിക്കൊന്നും പറഞ്ഞു തരാനും അറിയില്ല. സയൻസ് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. ഇത് ഇനി ഇവിടെ തന്നെ കിട്ടുമോ, ഇനി ഇതിനേക്കാളും അടുത്ത് കിട്ടുമോ എന്നൊന്നും അറിയില്ല. എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക. എന്തായാലും രോഷിക്ക് അടുത്ത് തന്നെ കിട്ടട്ടെ, സയൻസ് തന്നെ കിട്ടട്ടെ എന്ന് ഓർക്കുക. അവൾക്ക് സയൻസ് എടുക്കാനാണ് താല്പര്യം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നേഴ്സിങ്ങിന് പോകാനുള്ളൊരു ഇതാണ് ആളുടെ മൈൻഡിലുള്ളത്. എന്തൊക്കെ ആവുമെന്നൊന്നും അറിയില്ല. എന്തായാലും എല്ലാം നല്ലതിനായിരിക്കും എന്ന് വിചാരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പാപ്പിയാണെങ്കിൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് നന്നായി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ഇങ്ങടിക്ക് കാണുന്ന ചേഞ്ച് എന്ന് പറയുന്നത് കഴുത്ത് കുറേ നേരം പൊക്കി പിടിച്ച് നിൽക്കണമുണ്ട്. അതേപോലെ തന്നെ സംസാരവും കൂടിയിട്ടുണ്ട്. നന്നായി സംസാരിക്കുന്നുണ്ട്. പുറത്തുള്ളവർക്ക് അറിയില്ലായിരിക്കും ഇവൾ സംസാരിക്കുന്നത് എന്താണ് എന്നറിയില്ലായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ കൂടെ ഇരിക്കണവർക്ക് അവൾ എന്താ പറയണമെന്ന് അറിയാം. അതായത് അവൾ പറയുകയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും പറയണത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിനുള്ള മറുപടി ആയിരിക്കും അവൾ പറയുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വായിൽ വന്നത് അങ്ങനെ വിളിച്ചു പറയുക എന്നുള്ളതില്ല. ആരെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ ആരാണ് എന്താണ് ചെയ്യണമെന്നൊക്കെ നന്നായി ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് മറുപടി ഇങ്ങോട്ടേക്ക് തരാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ പൊക്കിയിട്ടൊക്കെ ഞാൻ കാണിക്കേണ്ടത് ഇത് ഞാൻ ചെയ്തു കൊടുക്കണ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും അവൾ അതിന് അനുസരിച്ച് സഹകരിക്കണ്ടല്ലോ. അത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാപ്പിക്ക് ഒരു പീസ് കേക്കുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രോഷിൻ്റെ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു, HM ക്ലാസ് ടീച്ചറും വന്നിട്ടുണ്ടായിരുന്നു പാപ്പിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാപ്പിൻ്റെ ബർത്ത്ഡേക്ക് കേക്കും കൊണ്ടാണ് വന്നത്. അപ്പോൾ ആ കേക്കിൽ ഒരു പീസ് എടുത്ത് കഴിക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു. പക്ഷെ ആൾ കഴിച്ചില്ല. കാരണം ഒന്നുമല്ല, അവളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രമായിരിക്കും അവളുടെ ശ്രദ്ധ. വേറെ എന്ത് കൊണ്ടുവന്ന് കൊടുത്താലും അവൾ കഴിക്കാൻ നിൽക്കില്ല. പിന്നെ അതിൻ്റേതായ സമയത്തും ചെയ്യേണ്ടതായ കാര്യങ്ങൾ മാത്രം അവൾ ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു നിർബന്ധം കൂടി പാപ്പിക്കുണ്ട്. പാപ്പി എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്, നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. എന്തായാലും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വാക്കറിൽ കുറച്ച് നേരം നിർത്തണം പാപ്പിയെ. അതിന് നമ്മുടെ പാപ്പിനെ വാക്കറിൽ നിർത്തിയിട്ടുണ്ട്.
നിൽക്കാനൊക്കെ ഇപ്പോൾ ഇത്തിരി മടിയൊക്കെ വന്നിട്ടുണ്ട് ആൾക്ക്. നേരത്തേക്ക് ആണെങ്കിൽ ഭയങ്കര ഉഷാറോടുകൂടി പോയി നിൽക്കും. ഇപ്പോൾ ഇത്തിരി ഒരു വിഷമത്തോടെയൊക്കെയാണ് നിൽക്കണത്. അത് വേറൊന്നുമല്ല, കുറേ ദിവസം നിർത്തിയില്ലല്ലോ, അതിൻ്റെ ഒരു ഇതാണ്. അത് പിന്നെ ശരിയാകും. പാപ്പി പാപ്പി സുന്ദരി, കുഞ്ഞു സുന്ദരി, രോഷിൻ്റെ അടുത്ത് ചായ വെക്കാൻ പറയൂ പാപ്പി. അങ്ങനെയൊന്നും അവള് പറയില്ല. രോഷി ചായ വെക്കേ പറ. പാപ്പി കുഞ്ഞു പറ ചായ വെക്കാൻ പറ രോഷിൻ്റെ അടുത്ത്. എടി ഇത്തിരി ചായ വെക്കടി. ആ രോഷിനോട് ചായ വെക്കാൻ പറ പാപ്പി. പറയേ, ചിരിക്കണ. രോഷി ചായ വെക്ക് രോഷി. മഴ കേക്കണില്ല. ആ അവള് കേക്കണില്ലേ പാപ്പി ചായ വെക്കാൻ പറയുമ്പോ. പാപ്പിയേ ചായ വെക്കാം. ഒറ്റയ്ക്ക് പോണല്ലോ അപ്പാ. ഒരിക്കൽ കൂടി പോ. എങ്ങനെ പോയത്? ബാക്കിലേക്കാ പോണം. ഫ്രണ്ടിലേക്ക് കാലെടുത്ത് വെക്ക്. അമ്മ ഇങ്ങടിക്ക് കാലെടുത്ത് വെക്ക്. കാലെടുത്ത് വെക്ക്. നിനക്ക് ഇഷ്ടമുണ്ട് കാലെടുത്ത് വെക്ക്. ഇഷ്ടമുണ്ട് കാലെടുത്ത് വെക്ക്. ഈ കാല് എടുത്ത് വെക്ക്. കാലെടുത്ത് വെക്ക്. ഇത് ഈ കാലെടുത്ത് വെക്ക്. കാല് പൊക്കി വെക്ക്. ഇപ്പുറത്തെ കാലെടുത്ത് വെക്ക്. കാല് പൊക്കി വെക്ക്. രോഷി വണ്ടി ഓട്ടിത്തരും. അവള് വണ്ടി ഓട്ടും. രോഷി വണ്ടി ഓട്ട്. രോഷി ഓട്ട് വണ്ടി. പാപ്പിൻ്റെ അടുത്ത് കാല് മെല്ലെ മെല്ലെ വെക്കാൻ പറ. കാലെടുത്ത് വെക്ക് പാപ്പി. ഗുഡ് ഗേൾ. ഇങ്ങോട്ട് അവൾ 2 കാലും എടുത്ത് വെച്ചു. ഇനി എടുത്ത് വെക്കേ. കാലിൽ തട്ടാണ്ട് പതുക്കാക്ക്. അവൾക്ക് കിത്തില്ല. നേരെ ആക്കടി. കിത്തുപോടി. ഗുഡ് ഗേൾ. കാലെടുത്ത് മടക്കി വെച്ചു നീ. അതാ നിനക്ക് കിട്ടാത്ത. ഇനി നേരെ വണ്ടി ഓട്ട്. എന്തൊക്കെയാ നായങ്ങള്. കിത്തില്ല അവൾക്ക്. കാലെടുത്ത് വെക്കടാ കുഞ്ഞു പെണ്ണേ. കാലെടുത്ത് വെക്കേ. ഇതൊക്കെ പതുക്കെ ആവുള്ളൂ. പതുക്കെ അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യും. ഇനിയിപ്പോൾ പാപ്പിക്ക് ചായയൊക്കെ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇപ്പോഴും നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ ചോറും പരിപ്പ് കറിയൊക്കെ വെച്ചു. അപ്പോൾ അതൊക്കെ തന്നെ കഴിക്കാൻ വൈകുന്നേരത്തേക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. അത് രോഷിക്ക് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് പാപ്പി. എന്നിട്ട് ചിരിക്കും. എടുക്കണ്ട, ഇപ്പോൾ ഇരുന്നോളൂ, കുറച്ച് നേരം ഇരിക്കട്ടെ. ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള തന്ത്രപ്പാടൊക്കെ പാപ്പിക്ക് അറിയാം. എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അറിയാം. അപ്പോൾ പാപ്പിക്ക് ഇനി ചായയൊക്കെ വെച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസങ്ങളൊക്കെ പോണത്. അപ്പോൾ വൈകുന്നേരം വരെയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ ഭാഗവും എടുക്കാനും പറ്റിയിട്ടില്ല. മഴ തന്നെ കാരണം, വേറൊന്നുമല്ല. നമ്മുടെ പാപ്പി ഇങ്ങനെ കുറച്ച് നേരം പെട്ടെന്ന് തന്നെ നമ്മൾ അതും ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ദേഷ്യം വരും. പിന്നെ അവൾ ഇതിൽ നിൽക്കാതാവും. അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ അവളുടെ ഇഷ്ടത്തിന് ഇന്നേക്ക് വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഡെയിലി വണ്ടിയിൽ നിൽക്കും അല്ലേ പാപ്പിയേ? പറയൂ പാപ്പി. അതാ പാപ്പി കാലൊക്കെ എടുത്തെടുത്ത് വെക്കുന്നുണ്ട്. ഗുഡ് ഗേളാണ് പാപ്പി. പാപ്പി ഒറ്റയ്ക്ക് കാലൊക്കെ എടുത്ത് വെക്കും. സുന്ദരി പാപ്പിയാണ്. കുഞ്ഞു പെണ്ണ് സുന്ദരി കുഞ്ഞാണ്. പിന്നെ കാലിനടിയില് നീല കളർ പെയിന്റ് അടിച്ചിട്ടൊരു പേപ്പറിൽ ഒട്ടിക്കട്ടെ. കഷ്ടമുണ്ട് രോഷിയെ. അത് ട്രെൻഡിങ്. അവൾക്ക് ദേഷ്യം വരണ്ട. അത് ട്രെൻഡിങ് ആണ്. അതുപോലെ കയ്യിലും നീ ആദ്യം നിന്റെ ചെയ്. അല്ല, സമയം പോണില്ല. അതിന് ചേച്ചിക്ക് വട്ടായി പാപ്പി. പാപ്പി ഇപ്പോ ഒരു കാര്യം ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചറിയും. പാപ്പി ഇന്ന് വീഡിയോയിൽ കുറേ നേരം സംസാരിച്ചിട്ടുണ്ട്. കുറേ പറയുന്നുണ്ട്. പാപ്പിന്റെ കയ്യില് ഈ നീല കളർ പെയിന്റ് ഇല്ലേ, ഇത് തിന്നാനുള്ളതല്ല, തിന്നല്ലേ. അപ്പോ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒട്ടിച്ചാലോ? അപ്പോ എന്തായാലും മെമ്മറീസ് ആണ് പാപ്പി. ഒട്ടിക്കട്ടെ. അപ്പോൾ പാപ്പിക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അതൊക്കെ വലിയ കാര്യമാണ്. ഇപ്പോൾ കുറച്ച് ദിവസം പിടിച്ച സംസാരമൊക്കെ ഭയങ്കരമായിട്ടും കൂടി. ചേച്ചിക്ക് തരില്ല. ചേച്ചിക്ക് തരില്ല. തരുമോ? എടുത്തോ. തരില്ല അവളെ. പക്ഷെ
അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോ കുറച്ച് പേരിൽ എത്തിക്കുക. നമുക്ക് വലിയൊരു ഉപകാരമാവും. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞ് താഴെയിട്ടു. പാപ്പിന്റെ കയ്യില് പെയിന്റ് അടിക്കട്ടെ. കയ്യില് പെയിന്റ് സന്തോഷമുള്ള കാര്യല്ലേ പാപ്പി ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേൾക്കാം. അതിപ്പോ പൊട്ടിച്ച് കളയുമ്പോ പാപ്പി പെയിന്റ് അടിക്കട്ടെ കയ്യില്. ജോഷിനെ നന്നായി നോക്കുകയാണ്. കയ്യില് പെയിന്റ് അടിക്കട്ടെ. ശരി, കൈ വേണ്ട, കാണിക്കില്ല. കാലില് പെയിന്റ്. എനിക്ക് ചായ 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 വെച്ചേ. കാലില് പെയിന്റ് അടിക്കട്ടെ. കാലില് പെയിന്റ്. ഇപ്പൊ ജോഷിക്ക് തല്ലുകൊള്ളാനുള്ളതൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ശരി, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.